അങ്ങനെ ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് കൊടിയേറുകയാണ്. ഞാനും അമ്മയും റെഡിയായി. ഈ ഒരു ഡ്രസ്സായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. ഈ ഒരു വാഷ് കളർ വരുന്ന ഡ്രസ്സായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് ബാലൻസ് പോയതാണ്. ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. കൊടിയേറ്റ് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ചെന്നത്. നല്ല തിരക്കായിരുന്നു. വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴി തൊട്ട് വണ്ടികളുണ്ടായിരുന്നു. ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ ഒതുക്കി നേരെ അമ്പലത്തിലേക്ക് പോയി. ഞങ്ങൾ ചെന്നപ്പോഴേക്കും കൊടിയേറ്റ് കഴിഞ്ഞിരുന്നു. പിന്നെ ചെണ്ടമേളം നടക്കുന്നുണ്ടായിരുന്നു. അത് കുറേ നേരം നിന്ന് കേട്ടു. പക്ഷേ ഇത്തവണ കൊടിയേറ്റിന് കഴിഞ്ഞ ഉത്സവങ്ങളെ അപേക്ഷിച്ച് ആൾ കുറവായിരുന്നു. ഇവിടെ അടുത്തുള്ള എളംകുളം അമ്പലത്തിൽ നന്ദഗോവിന്ദ ഭജൻസിൻ്റെ ഭജന നടക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാവരും അങ്ങോട്ട് പോയതാവാനാണ് സാധ്യത. പിന്നെ ഞങ്ങൾ പോയി കഞ്ഞി കുടിച്ചു. എല്ലാ ഉത്സവത്തിനും ഇവിടെ കഞ്ഞിയുണ്ട്. ഉത്സവത്തിന് മാത്രമല്ല എല്ലാ ദിവസവും കഞ്ഞിയുണ്ട്. പിന്നെ ഞങ്ങൾ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടിലോട്ടൊക്കെ പോയി. അവിടെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴൊന്നും എന്നാ ഇതൊന്നും ഇല്ലാതിരുന്നേന്നാ. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ഇതൊക്കെ വന്നിട്ട്. പിന്നെ ഞങ്ങൾ നേരെ കലാവേദിയുടെ അവിടേക്ക് പോയി. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സന്തോഷത്തോടെ ഒത്തുകൂടാനുള്ള വേദികളാണ് ഉത്സവം. എല്ലാ ഉത്സവവും ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ചാണ് കടന്നു പോകുന്നത്. അപ്പം കൂടുതൽ ഉത്സവ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.